ശ്രീ പോക്കർ ഒരു പ്രശസ്തനായ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ ആണ് എന്ന് പറയുന്നു. ഈ മാർക്സിസവും സൈദ്ധാന്തികവും എനിക്കറിയില്ല. പക്ഷേ പോക്കറെ കുറിച്ച് എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു നല്ല മനുഷ്യൻ, ധീരനായ ഒരു മനുഷ്യൻ, തൻ്റെ അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയൊക്കെ ആരുടെ മുമ്പിലും ഭയലേശമില്ലാതെ പറയുവാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. സോ ഇതിലപ്പുറം എന്താണ് വേണ്ടത്? നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകളുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുന്ന ഒരു കാലമാണിത്. ഭാഗ്യാന്വേഷികളായ ചെറുപ്പക്കാർ, വയസ്സന്മാരുടെ കഥ വിട്, ഭാഗ്യാന്വേഷികളായ ചെറുപ്പക്കാരിലാണല്ലോ നമ്മുടെ നാടിൻ്റെ ഭാവി. ഈ ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന നാളുകളാണ് നാം കാണുന്നത്. അപ്പോഴാണ് ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് കളവാണ്, ഇത് ശരിയല്ല എന്ന്. ഇതിലപ്പുറം എന്താണ് സുഹൃത്തുക്കളെ വേണ്ടത്? മാർക്സിസ്റ്റ് സൈദ്ധാന്തികന്മാരുണ്ടാകും, ഇതൊക്കെ എഴുതാൻ കഴിയും. കേരളത്തിൽ വേറെയും ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ അത്യന്തം ദയനീയമാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇതിൽ തീർത്തും എതിരായ ഒരു നിലപാടാണ് ജീവിതത്തിൽ എന്നും പോക്കർ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ കാരണങ്ങളാലൊക്കെയാണ് ഇന്ന് ഞാനിവിടെ വന്നത്. സത്യത്തിൽ ഇന്നലെയുണ്ടായ ഒരു സംഭവത്താൽ എനിക്ക് വരാൻ കഴിവില്ല എന്നതാണ്. ഞാൻ പകുതി മരിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. പകുതി മരിച്ച ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയി. സുഹൃത്ത് സാഹിത്യകാരനോ അതല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ പെടുന്ന ആളോ ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട, എത്രയോ കാലമായി അറിയുന്ന. അദ്ദേഹം വീട്ടിൽ വന്ന് പറഞ്ഞു വരണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും എന്ന്. അത് മിനിഞ്ഞാന്ന് ഞാൻ എറണാകുളത്ത് ഒരു പരിപാടിയുള്ളത് നിർത്തിവെച്ചിട്ട് ഒരു പുരസ്കാരം ലഭിക്കുന്നത് വാങ്ങാതെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു. അത് ആ കല്യാണത്തിൽ പങ്കെടുക്കാനായിരുന്നു. 4000-ലധികം ആളുകൾ പങ്കെടുത്ത ഒരു കല്യാണം. 4000. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ളവർ, യൂണിയൻ മിനിസ്റ്റർമാർ, പഴയവർ പുതിയവർ, രാഷ്ട്രീയ നേതാക്കൾ, എല്ലാ കക്ഷികളിലുമുള്ള പഴയ മന്ത്രിമാർ, പുതിയ മന്ത്രിമാർ, പഴയ MLA-മാർ, പുതിയ MLA-മാർ, ഗവർണർമാർ, ഇവരൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ അവസാനം വരെ ഇരുന്നു. കാരണം ആ വ്യക്തിയോട് എനിക്ക് അത്ര ഇഷ്ടമാണ്. വധുവിൻ്റെ അച്ഛനോട് അത്രമാത്രം ബഹുമാനവുമാണ്, ഇഷ്ടവുമാണ്. ഒടുവിൽ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ മടങ്ങാൻ പാടുള്ളൂ എന്ന നിർബന്ധത്താൽ
ഭക്ഷണശാലയിലേക്ക് പോയി. കുറേ നടക്കണം. എനിക്ക് നടക്കാനൊന്നും കഴിയുകയില്ല. കഴിഞ്ഞ ഒരു കൊല്ലത്തിലടക്ക് 1-2 മാരകമായ വീഴ്ചകൾ. ഒരു വീഴ്ച വീട്ടിൽ നിന്ന് തന്നെ, മറ്റൊന്ന് വളരെ കഠിനമായ ഒരു സ്ട്രോക്ക്. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. ഈ ഹാളിൽ എത്രയോ തവണ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ നിന്നിട്ടേ പ്രസംഗിച്ചിട്ടുള്ളൂ. സ്ട്രോക്കിന് ശേഷം അത് കഴിയാതെയായി. എൻ്റെ ശബ്ദം തീർത്തും വ്യത്യസ്തമായി. നടക്കാൻ കഴിയില്ല എന്ന നില വന്നു. എന്നിട്ടും ആ ഭക്ഷണശാലയിലേക്ക് ഏറെ നടക്കേണ്ടി വന്നിരുന്നു. ഏറെ. എങ്ങനെയോ 4 വറ്റ് വാരി കഴിച്ച് പിന്നീട് കാർ പാർക്കിംഗ് സ്ഥലത്തേക്കൊന്ന് നടന്നു. അവിടെ എത്തിയപ്പോൾ ഏതാണ്ട് ബോധം മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു കസേരയിലിരുത്തി ഏതാനും മനുഷ്യസ്നേഹികൾ എന്നെ കാറിലെ സീറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കാറിൽ സ്ഥാപിച്ചു. പകുതി ബോധമേ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ മനസ്സിൽ ഒരു വിഷമമേ ഉണ്ടാവുള്ളൂ. നാളെ പോക്കരുടെ ഈ ചടങ്ങിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന്. അർദ്ധബോധാവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോൾ ഡ്രൈവറായ എൻ്റെ സുഹൃത്ത് രാമചന്ദ്രൻ പറഞ്ഞു, ആശുപത്രിയിൽ പോകട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട. പിന്നീട് സംസാരിക്കാനും കഴിഞ്ഞില്ല. വീട്ടിൽ എങ്ങനെയോ എത്തി എന്നെ പിടിച്ച് കിടക്കയിൽ കൊണ്ടുപോയി കിടത്തി. അപ്പോഴും മനസ്സിൽ മുഴുവനും ഈ ഒരു വ്യാകുല ചിന്തയേ ഉണ്ടായിരുന്നു. ഇന്ന് പോക്കറുടെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുവാൻ വരാൻ കഴിയുമോ എന്ന്. ഒരു 3-4 മണിക്കൂർ ഞാൻ സുഖമായി ഉറങ്ങി. എഴുന്നേറ്റപ്പോൾ എൻ്റെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ എന്നെ വിട്ടിരുന്നു. ഞാൻ ദൃഢചിത്തനായി ഇവിടെ വരുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഇവിടേക്ക് വന്നത്. ഈ മാർക്സിസ്റ്റ് സിദ്ധാന്തകനെ കാണാനൊന്നുമില്ല. എനിക്ക് ധാരാളം സിദ്ധാന്തക്കാരെ അറിയാം. പറയുന്നതൊന്ന്, ചെയ്യുന്നതൊന്ന്. മഹാകള്ളന്മാർ എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെയുള്ള പരമകള്ളന്മാർ. ദൂരത പരിവർജയൽ എന്ന് പറയേണ്ടുന്ന ചരക്കുകൾ. പോക്കർ സാഹിബ് എനിക്ക് മാപ്പ് തരണം. ബഷീറിൻ്റെ ഒരു കഥയുണ്ട്. ഞാൻ ബഷീറിനെ ഏറെ സ്നേഹിക്കുകയും എപ്പോഴും ബഹുമാനപൂർവ്വം മാത്രം സ്മരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മികച്ച കഥകൾ, നോവലുകൾ ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാനെപ്പോഴും ഓർക്കുന്നത് ഒരു മനുഷ്യൻ എന്ന ബഷീറിൻ്റെ കഥയാണ്. ഒരു മനുഷ്യൻ, ചെറിയ കഥ, വായിച്ചവർ എപ്പോഴും ഓർമ്മിക്കുന്ന കഥ. വായിച്ചിട്ടുള്ളവർ ഈ സദസ്സിലുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഞാൻ പറയുന്നു, ഇവിടെ ഇതാ ഒരു മനുഷ്യൻ എന്ന്. മനുഷ്യരാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ദാർശനികർക്ക് പിന്നീടാവാം. ദാർശനികനായിട്ടില്ലെങ്കിലും വിഷമമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഈ പുസ്തകം ശ്രദ്ധാപൂർവം
വായിച്ചു. പിന്നീട് പല പല ഭാഗങ്ങളും എടുത്ത് വായിച്ച് അയവിറക്കി. ദർശനങ്ങളല്ലാത്ത ഭാഗങ്ങളുണ്ട്. പിന്നെ ഇതിനൊക്കെ ഉപരിയായി ദീർഘകാലമായി അദ്ദേഹവുമായി പലപ്പോഴും ഇടപഴകുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അന്തസ്സ് എന്നെ ഏറെ സ്വാധീനിച്ചിരുന്നു. മനുഷ്യനായാൽ അന്തസ്സ് വേണം, എളുപ്പമല്ല അത്. സത്യസന്ധനായ ഒരു മനുഷ്യനെ അന്തസ്സുണ്ടാവാൻ കഴിയുകയുള്ളൂ. ഈ കാരണത്താലൊക്കെയാണ് ഞാനിന്നിവിടെ വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരവും അഭിമാനപൂർവവുമായ ഒരു നിമിഷമാണിത്. അതുകൊണ്ടാണ് എന്ത് വിഷമം വന്നാലും, കായികമായ എന്ത് വിഷമം വന്നാലും ഞാനിവിടെ വരും എന്ന ഒരു ദൃഢനിശ്ചയം എന്നിലുണ്ടായത്. ഈ പുസ്തകത്തിൻ്റെ തലവാചകം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പാറക്കടവിനെ വിളിച്ചു ചോദിച്ചു. പാറക്കടവിനും അത്ര പിടുത്തമില്ല. ഇതെന്താണ് ഒരു എരിക്കിഞ്ചി? ഒടുവിൽ ഗ്രന്ഥകർത്താവോട് തന്നെ വിളിച്ചു ചോദിച്ചു, അല്ല മാഷെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അദ്ദേഹം വിവരിച്ചു തന്നപ്പോൾ തീർത്തും സാർത്ഥകമായ ഒരു തലക്കെട്ട് തന്നെയാണ് എന്നും എനിക്ക് തോന്നി. പക്ഷേ ഈ തലക്കെട്ടിൻ്റെ അർത്ഥം അസ്മാദൃശർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പോക്കർ ഭാഷ അടുത്ത ലക്കത്തിലെങ്കിലും, ഇതിൻ്റെ അടുത്ത എഡിഷനിലെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്നെ പോലുള്ള പാവങ്ങൾക്ക് മനസ്സിലാക്കുവാനായി എഴുതി ചേർക്കണം. എരിക്കിൻതി. ഏതായാലും എൻ്റെ സുദീർഘമായ ജീവിതത്തിൽ 97 വയസ്സ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അടുത്ത എഡിഷൻ പുറത്ത് വരുമ്പോൾ ഇതൊന്ന് ദയവായിട്ട് എഴുതി ചേർക്കണം. എരിക്കിൻതിയുടെ അർത്ഥം ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹവുമായി അടുത്ത പരിചയമുള്ള പാറക്കടവിനെ പോലെയും ഖദീജ മുംതസിനെ പോലെയും ഒക്കെയുള്ള ആളുകൾ ധാരാളമുണ്ട്. ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ ഭാരവാഹികളോടും എനിക്കുള്ള അഗൈതവമായ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഖദീജ മുംതസ് സാറോടും നന്ദി രൂപീകരിച്ചു. പണ്ടേ അറിയാം, ഞാൻ ചോദിച്ചത് മറന്നുപോയോ എന്ന്. പണ്ടേ അറിയാം. അവർ തീർത്തും യോഗ്യയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനോ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനോ. മനുഷ്യനായാൽ ഒന്നുകൂടി ഞാൻ പറയുന്നു, അന്തസ്സ് വേണം. സത്യസന്ധരായവർക്ക് മാത്രമേ അന്തസ്സ് ഉണ്ടാവുകയുമുള്ളൂ. ഞാൻ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.